നമസ്കാരം. പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസീന. എന്നോടൊപ്പം ഉള്ളത് മരിയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്തകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഇന്ന് ജൂൺ 8 ഇന്ന് എല്ലാ പത്രങ്ങളിലും പ്രധാനമായിട്ടും കൊടുത്തേക്കുന്നത് സലിം കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. അതായത് കുറെ പതിറ്റാണ്ട് കാലം മലയാള സിനിമയിൽ നിലനിന്നിരുന്ന ഒരു നടനായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ എല്ലാ സിനിമാ മേഖലയിലും അതുപോലെ രാഷ്ട്രീയത്തിലാണെങ്കിലും മലയാളികൾക്കാണെങ്കിലും എപ്പോഴും ഒരു വികാരമായിരുന്നു അദ്ദേഹം. നല്ല രീതിയിലുള്ള അഭിനയം കൊണ്ടും എല്ലാം കൊണ്ടും മലയാളികളെ ആകർഷിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് ഒരിക്കലും നികത്താനാവില്ലെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം നിത്യതയിൽ ഈ നിറച്ചിരി, അതായത് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗികമായി നടന്നു. ലാഫിംഗ് വില്ലയിലെ ചിരിയുടെ നായകൻ കണ്ണീർമഴ ഏറ്റുവാങ്ങി ചിതയിൽ മറഞ്ഞു. ഇന്നലെ വൈകിട്ട് 3:30 പറവൂർ മുറവൻതുരുത്തിലെ വീട്ടുമുറ്റത്ത് തെക്കേ കിഴക്കേ മൂലയിൽ ഒരുക്കിയ ചിതയിലേക്ക് മക്കളായ ചന്തുവും ആരോമലും അഗ്നി പകർന്നതോടെ മലയാള സിനിമയുടെ പ്രിയപുത്രൻ സലിം കുമാർ ഓർമ്മയായി മാറി. അപ്പം ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടന്നത്. അതെ, മറ്റ് ചടങ്ങുകളൊന്നും ഇല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സലിം കുമാറിന്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകൾ ഇല്ലാതെയായിരുന്നു സംസ്കാരം. വീട്ടിൽ കിടത്തിയപ്പോൾ തലയ്ക്ക് നിലവിളക്ക് കത്തിച്ചു വെച്ചു, ചന്ദനത്തിരിയും പുകച്ചു. ഭാര്യ സുനിതയും മക്കളും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ബന്ധുക്കളിൽ ചിലർ കാൽക്കൽ നമസ്കരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ആദരവായി പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ മാത്രമായിരുന്നു ചടങ്ങ്. അപ്പൊ സലിം കുമാറിന്റെ ചികിത്സ മുതൽ സംസ്കാരം വരെയുള്ള എല്ലാ ചെലവും സംസ്ഥാന സർക്കാരും ഏറ്റെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് തന്നെ രാഷ്ട്രീയ മേഖലയിലുള്ള ഒട്ടനവധി പേര് അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്നുള്ള വേദന പറയുകയുണ്ടായി. സിനിമാ മേഖലയിലുള്ളവര് പലപ്പോഴും രാഷ്ട്രീയം മറച്ചു വെക്കാൻ ശ്രമിക്കുമെങ്കിലും ഇദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്തിരുന്നില്ല. ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് തുറന്നു പറയാൻ ഒരു മടിയും കൂടാതെ തുറന്നു പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അത് എല്ലാവരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാണ്. അതായത് എന്തുണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയുന്ന ഒരു സ്വഭാവ ശൈലിയായിരുന്നു അദ്ദേഹത്തിന്. അതൊക്കെയാണ് അദ്ദേഹത്തെ മറ്റുള്ള നടന്മാരിൽ നിന്നും വ്യത്യസ്തരാക്കിയത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആളായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് മറ്റു പാർട്ടികളുമായും യാതൊരു വിധത്തിലുള്ള വിരോധവും കാര്യങ്ങളും ഇല്ലായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൂടുതലും സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളത് മറ്റു പാർട്ടികളിലൊക്കെയാണ്. അങ്ങനെ ആ ഒരു സൗഹൃദം നിലനിർത്തി പോകുന്നതിന് എല്ലാം മുന്നിൽ നിന്നൊരാള് തന്നെയായിരുന്നു സലീം കുമാർ എന്ന നടൻ. ആളുകളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പതിറ്റാണ്ടുകളായിട്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു താരം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ വന്ന് പിന്നീട് മലയാളത്തിന്റെ ഹാസ്യനടനായും എല്ലാ വേഷവും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചതാണ്. നമുക്കറിയാം, പണ്ടത്തെ ഓരോ പടവും എടുത്താൽ അദ്ദേഹമുള്ള പടങ്ങളിൽ അദ്ദേഹമായിരിക്കും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഡയലോഗുകളും മീമുകളൊക്കെ ആയിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണത്. ഇപ്പോഴത് തന്നെയാണ്. അദ്ദേഹം മരണപ്പെട്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഡയലോഗുകളും കാര്യങ്ങളും ഇപ്പോഴും മലയാളികൾക്കിടയിൽ നിലനിൽക്കും. ഇപ്പം ശവസംസ്കാര ചടങ്ങിൽ തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും MP എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ. അതുപോലെ തന്നെ നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുമെടാ എന്ന് G വേണുഗോപാൽ ഗായകൻ പറയുകയുണ്ടായി. ഇപ്പോൾ സലിം കുമാർ ഇനിയില്ലെന്ന് എന്നെ തന്നെ വിശ്വസിപ്പിക്കാനാകുന്നില്ല. 29 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സലീമിനെ പരിചയപ്പെടുമ്പോൾ മിമിക്രിയിൽ നിന്നും സിനിമയിലേക്കുള്ള സംക്രമണം തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ പെട്ടെന്ന് അടുത്തു. എല്ലാവരെയും ചിരിപ്പിക്കുന്ന സലീം കുമാർ ഒരു ദിവസം കണ്ണീരിന്റെ നനവുള്ള സ്വന്തം കഥ എന്നോട് പറഞ്ഞു. എൻ്റെ കണ്ണുകൾ ഞാൻ അറിയാതെ നിറഞ്ഞുപോയി. സ്വാഭാവികമായിരുന്നു സലീമിന്റെ അഭിനയം. അതായത് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പിന്നെ മലയാള സിനിമയിലേക്ക് എത്തി കുറെ വേഷങ്ങളൊക്കെ കിട്ടി. അതിനുശേഷമാണ് അദ്ദേഹം സാമ്പത്തികമായിട്ടും നല്ല രീതിയിലൊക്കെ വന്നതെന്ന് പറയാം. മറ്റ് നടന്മാരായിക്കോട്ടെ, രമേശ് പിഷാരടി MLA അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടറും ബിഹേവിയറും പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രണ്ട് വാക്കുകളാണ്. സലീമേട്ടന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പെർഫെക്റ്റ് ആണ്, എന്നാൽ ബിഹേവിയറിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ലാൽ ജോസ് സംവിധായകൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് സലീം കുമാർ. എന്നേക്കാൾ പ്രായം കുറവായിരുന്നെങ്കിലും ജ്യേഷ്ഠ സഹോദരനായാണ് ഞാൻ സലീമിനെ പരിഗണിച്ചത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മുഖ്യ നടന്മാരൊക്കെ മോഹൻലാലും മമ്മൂട്ടിയും തുടങ്ങിയിട്ടുള്ള നടന്മാരൊക്കെ അവരുടെ വേദന പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന്. എല്ലാവർക്കും ഒരേ നിലയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടനായ ഒരു നടനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയിൽ ഒരിക്കലും നികത്താനാവില്ല. അഭിനയം കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടാണെങ്കിലും. അപ്പം ഇനിയൊരു ഇത്തരത്തിലുള്ള കലാകാരന്മാർ നമുക്കറിയാം, ഒരുപാട് പേര്
മരണപ്പെടുന്നുണ്ട്. അപ്പൊ അതൊന്നും ഒരിക്കലും മലയാള സിനിമയ്ക്ക് നികത്താനാവാത്ത ഒരു നഷ്ടമായിട്ട് തന്നെ നിലനിൽക്കും എന്ന് നമുക്ക് പറയാം. തോന്നുന്നില്ല പത്രത്തിലെയും പ്രധാന വാർത്ത അത് തന്നെയാണ്, അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്നുള്ള. ഇനി മറ്റൊരു പ്രധാന വാർത്ത കേരള കൗമുദിയിൽ കൊടുത്തേക്കുന്നത് അളിയൻ രാജിവെച്ചു. അതായത് മികച്ച പ്രതിച്ഛായയുടെ ഭരണം തുടങ്ങിയ വി ഡി സതീശൻ സർക്കാരിന് കളങ്കമായി മാറിയ അളിയൻ നിയമനം മന്ത്രി സണ്ണി ജോസഫ് ഉപേക്ഷിച്ചു. രാഷ്ട്രീയ വിവാദമായി മാറുകയും മുഖ്യമന്ത്രിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും പിന്തുണ കിട്ടാതെ വരികയും ചെയ്തതോടെ സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ സഹോദരി ഭർത്താവ് ബെന്നി തോമസ് രാജിക്കത്ത് നൽകി. അപ്പൊ ഇന്നലെ എറണാകുളത്തായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന് രാജിക്കത്ത് എത്തിച്ചത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇപ്പൊ രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോൾ എപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ബന്ധു നിയമനം. അത് വലിയൊരു വിവാദം, അതായത് പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു അത് ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു കളങ്കമായിട്ടായിരുന്നു സണ്ണി ജോസഫിന്റെ ഇത്തരത്തില് സഹോദരി ഭർത്താവിനെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ച ഒരു നിലപാട് നിലനിന്നിരുന്നത്. അപ്പം അത് അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പം അളിയൻ രാജിവെച്ചു എന്ന തരത്തിലാണ് വാർത്ത വന്നത്. അപ്പം മന്ത്രി ജോസഫ് തലയൂരി. സ്വജനപക്ഷപാതം എന്ന പാർട്ടിയിലും വിമർശനം. അപ്പം പാർട്ടി ഉൾപ്പെടെ അത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ, കാരണം അതായത് പിണറായി സർക്കാർ ഭരണപക്ഷത്തിരുന്നപ്പോൾ പ്രതിപക്ഷമായിട്ടുള്ള വി ഡി സതീശൻ എല്ലാവരും ഉന്നയിച്ച ഒരു കാര്യമായിരുന്നു ഇത്തരത്തിലുള്ള ബന്ധു നിയമനവും അതുപോലെ അവർക്ക് താല്പര്യമുള്ളവരെ നിയമിക്കുന്ന ഒരു വ്യവസ്ഥയും. അപ്പം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതെന്താണെങ്കിലും പാർട്ടിയും രാഷ്ട്രീയത്തില് ബന്ധുക്കൾക്കോ നമ്മുടെ റിലേഷൻസിനോ ഒന്നും സ്ഥാനമില്ലെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അവര് ഭരണപക്ഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ബെന്നി തോമസിന് അതിനുള്ള അർഹതയുണ്ടെന്നും അദ്ദേഹം എന്താ പറയാ അനുഭവ സമ്പത്തുള്ള ഒരു പാർട്ടിക്കാരനാണെന്നുള്ള നിലയ്ക്കൊക്കെ. പക്ഷെ ഇവര് മുന്നിൽ കാണുന്ന ഈ ബന്ധു നിയമനം എന്നുള്ള കാര്യമുള്ളതുകൊണ്ട് തന്നെ വിമർശനം ഉയരുമെന്നൊരു പേടി അവർക്കുണ്ടായിരിക്കും. ഭരണപക്ഷം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയമിക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു, ഇങ്ങനത്തെ വിമർശനം വരും എന്നുള്ള കാര്യം ഓർക്കണമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത്തരത്തിലാണെങ്കിൽ പോലും അർഹതയുള്ളവർക്ക് അത് ഇങ്ങനെ ഒരു ബന്ധുവാണെന്ന പേരിൽ നഷ്ടപ്പെടുന്നതും വലിയൊരു നിലപാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഇതേ അഭിപ്രായങ്ങളൊക്കെ CPM-ന്റെ കാലത്തും ഉണ്ടായപ്പോൾ ഇവരതിനെ പ്രതിരോധിച്ചു. എന്നാൽ സ്വന്തം കാര്യത്തിലും അവരത് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളത് അവരുടെ വീഴ്ച തന്നെയാണ്. മറ്റൊരു വാർത്ത പശ്ചിമേഷ്യൻ യുദ്ധത്തിന് 100 നാൾ എന്നുള്ള ഒന്നാണ്. പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കുകയും ലോകത്തെ ഇന്ധന പ്രതിസന്ധിയിലേക്ക് വിലക്കയറ്റത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം 100 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഏപ്രിൽ 8 മുതൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും സംഘർഷഭരിതമാണ് ഇപ്പോഴും ഈ ദേശം. ആണവ പദ്ധതി ഉപേക്ഷിക്കാത്തതിന്റെ പേരിൽ ഇറാനെ US-ഉം ഇസ്രായേലും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. 100 നാള് പിന്നിട്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ആലോചിച്ച് മനസ്സിലാവും. ഇന്ന് നിൽക്കും നാളെ നിൽക്കും എന്ന് പറഞ്ഞ് നീട്ടി ഇപ്പതാ 100 നാൾ പിന്നിട്ടിരിക്കുകയാണ് ഈ യുദ്ധം. കേരളത്തിന്റെ അടുക്കളയിൽ വരെ എത്തി. അടുക്കള യുദ്ധമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ യുദ്ധം തുടങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മളെ അത് എഫക്ട്. കാരണം എപ്പോഴും ഉള്ള പോലെ യുദ്ധം ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധം നമ്മളെ ബാധിക്കുന്നില്ല. അത്തരത്തിലൊരു യുദ്ധമായിരിക്കും ഇതെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ എല്ലാവർക്കും ഒരു തിരിച്ചടി എന്നോണമായിരുന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നത്. അപ്പം അതിനൊരു അന്തിമ തീരുമാനം ഇതുവരെ ആകാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുക്കള പൊള്ളുന്നുള്ള രീതിയിൽ അടുത്തൊരു വാർത്തയുണ്ട്. വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് ഇരട്ടിയായി പാചകവാത വിലയിൽ വീണ്ടും വർധന. വാണിജ്യ സിലിണ്ടറിന് 4 മാസം കൊണ്ട് 1422 രൂപ കൂട്ടി ഹോട്ടൽ ഭക്ഷണത്തിന് പൊള്ളലേൽപ്പിച്ചതിന് പിന്നാലെയാണ് വില വർധന വീടിനുള്ളിലേക്കും എത്തിയത്. 14.2 കിലോഗ്രാം സിലിണ്ടറിന് 29 രൂപയാണ് ഡൽഹിയിൽ കൂട്ടിയത്. പുതുക്കിയ നിരക്കുകൾ ഞായറാഴ്ച പ്രാബല്യത്തിൽ വന്നു. ഇപ്പം തിരുവനന്തപുരത്താണെങ്കിൽ 951 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ പശ്ചിമേഷ്യയിലെ യുദ്ധം കണക്കിലെടുത്ത് മാർച്ച് 7 സിലിണ്ടർ വില 60 രൂപ കൂട്ടിയിരുന്നു. അതുപോലെ വിലവർദ്ധനയ്ക്ക് ശേഷം ഗാർഹിക പാചക വിൽപ്പനയിൽ എണ്ണക്കമ്പനികൾക്ക് സിലിണ്ടറിന് 700 രൂപയുടെ വിൽപ്പന നഷ്ടമുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. അപ്പം സിലിണ്ടറിന് ഒന്നിന് നിലവിൽ ഉൽപാദന ചെലവ് 1600 രൂപയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്രോൾ, ഡീസൽ, വാണിജ്യ പാചകവാതകം എന്നിവയുടെ വിലയും വർദ്ധിപ്പിച്ചിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വാണിജ്യ സിലിണ്ടറിന്റെ വില കൂടുമ്പോൾ എന്താണെങ്കിലും ഗാർഹിക സിലിണ്ടറിലോട്ടും അത് വരും. കാരണം ഹോട്ടലുകൾ കൂടുതലും അടച്ചുപൂട്ടാണ്. ഇപ്പം കോട്ടയത്ത് തന്നെ എടുക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ഹോട്ടലുകളും പൂട്ടേണ്ട ഒരു അവസ്ഥയായിരുന്നു വന്നിരുന്നത്. അപ്പം അത് തന്നെ നമുക്കിപ്പം വീടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഗാർഹിക സിലിണ്ടറിന്റെ വില കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രതിസന്ധിയാണ്. ഇപ്പം ഹോട്ടൽ ഭക്ഷണം കിട്ടുന്നില്ല, വീട്ടിലുണ്ടാക്കാന്ന് വെച്ചാൽ വീട്ടിലെ ഗ്യാസിന്റെ വിലയും കൂടുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഇപ്പോഴും ഇത് യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന
ഒരു പ്രതീതി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സിലിണ്ടറിന്റെ കാര്യത്തിലൊന്നും ഇനിയും ഇതേപോലെ ഒരു പ്രതിസന്ധി നമ്മൾ ഫേസ് ചെയ്യേണ്ടി തന്നെ വരും. ഇപ്പം വിലക്കുറവ് ഇന്ത്യയിൽ ആണെന്നാണ് കേന്ദ്രം പറയുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾ നൽകേണ്ടി വരുന്ന വില നിയന്ത്രിക്കാൻ സർക്കാർ ഇപ്പോഴും ഇടപെടുന്നുണ്ടെന്ന് കേന്ദ്രം. സിലിണ്ടറുകൾക്ക് സബ്സിഡി നൽകുന്നു. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ പാചകവാതക വില കുറവാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ അവകാശം. ഇന്ത്യയിൽ കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇന്ത്യയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്, അവർക്കത് താങ്ങാൻ കഴിയില്ല. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പാചകവാതക ക്ഷാമം അതിരൂക്ഷം, വിറകടുപ്പിലേക്ക് സ്കൂൾ അടുക്കളകൾ. അപ്പൊ നമുക്കറിയാം സ്കൂളുകൾ ഇപ്പം തുറന്നിരിക്കുകയാണ്. അപ്പം ആ സാഹചര്യത്തിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി അവർക്കുണ്ട്. അപ്പം ഒഴിവായ വിറകടുപ്പുകളും പുകയും സ്കൂൾ പാചകപ്പുരകളെ വീണ്ടും ശ്വാസം മുട്ടിക്കും. പാചകവാതക ക്ഷാമം മൂലം ജില്ലയിലെ മിക്ക സ്കൂളുകളിലും വിറകടുപ്പിന്റെ ഉപയോഗം കൂട്ടി. സ്കൂളുകൾക്ക് പാചകവാതകം ലഭിക്കാൻ മുൻഗണനയുണ്ടെങ്കിലും ഗ്യാസ് സിലിണ്ടർ ലഭിക്കും വരെ വിറകുകൾ കൂടി ഉപയോഗിക്കുകയാണ്. അപ്പൊ മുൻപ് സ്കൂളുകളിൽ വിറകടുപ്പിലായിരുന്നു കഞ്ഞി ഉൾപ്പെടെ പാചകം ചെയ്തിരുന്നത്. എന്നാൽ വിറകിലും മറ്റും തട്ടി വീണ അടുപ്പിൽ നിന്നും വസ്ത്രത്തിലേക്ക് തീ പടർന്ന് അപകടങ്ങൾ ഉണ്ടായതും പുക ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ഗ്യാസിലേക്ക് തിരിയാൻ കാരണമായത്. അപ്പോൾ അത് വീണ്ടും ഇനി തിരിച്ചൊരു പഴയ വഴിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം വിറകിനും ഇനി പണം കൊടുക്കണം, അതും വലിയൊരു പ്രശ്നമാണ്. അപ്പൊ സ്ഥലലഭ്യത കുറവായ മിക്ക സ്കൂളുകളിലും നിലവിൽ വിറകടുപ്പ് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മുറ്റത്ത് അടുപ്പുകൾ കൂട്ടാമെങ്കിലും മഴ വില്ലനാകുന്നുണ്ട്. താൽക്കാലിക അടുക്കള ഉണ്ടാക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. ഭക്ഷ്യസാധനങ്ങൾക്ക് പുറമെ വിറകിനും ഇനി അധിക പണം കണ്ടെത്തണമെന്ന ആശങ്ക അധ്യാപകർക്കുമുണ്ട്. അപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലോട്ടാണ് സ്ഥിതിക്ക് ഈ അടുപ്പ് കൂട്ടി പാചകം ചെയ്യാന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെന്താണെങ്കിലും അതിനൊരു നമുക്കറിയാം, കാരണം കേന്ദ്രത്തിനെ എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം പശ്ചിമേഷ്യയിലെ യുദ്ധം അനിശ്ചിതത്വത്തിലായി തുടരുകയാണ്. അത് എന്ന് അവസാനിക്കും, അതിന് എന്ത് നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു വ്യക്തതയുമില്ല. അതിനാൽ കേന്ദ്രം കഴിയുന്നതും പരമാവധി ജനങ്ങളോടൊപ്പം നിന്ന് വാണിജ്യ എല്ലാ സാധനങ്ങളുടെയും വില കുറയ്ക്കാൻ. ഇപ്പൊ കേരളവും നമുക്കറിയാം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പച്ചക്കറി ആട്ടെ മാംസമാട്ടെ എല്ലാത്തിന്റെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ സർക്കാർ ഉടനടി നടപടി എടുക്കണം. അടുത്തൊരു വാർത്ത ഇതേ തുടർന്ന് തന്നെയാണ്. ഇറാൻ സംഘത്തിന് കടുത്ത നിയന്ത്രണം. ഇറാൻ ടീമിന് US-ന്റെ റെഡ് കാർഡ്. ലോകകപ്പിനെത്തുന്ന ഇറാൻ ഫുട്ബോൾ ടീമിന് മേൽ നിയന്ത്രണം കൂടുതൽ കടുപ്പിച്ച് US ഭരണകൂടം. മത്സര ദിവസം മാത്രം എത്തുകയും കളി കഴിഞ്ഞാൽ തിരിച്ചു പോകണമെന്നുമാണ് നിബന്ധന. ഇതോടെ ടീം കടുത്ത യാത്രാ പ്രതിസന്ധിയിലാകും. പ്രാഥമിക ഘട്ടത്തിൽ 3 മത്സരങ്ങളാണ് ടീമിന് US-ലുള്ളത്. മെക്സിക്കോയിലാണ് ഇറാൻ ടീമിന്റെ ക്യാമ്പ്. ഇതിനു പുറമെ ഇറാൻ സംഘത്തിലെ 15 പേർക്ക് വിസ നിഷേധിച്ചതായും ആരോപണമുണ്ട്. ലോകകപ്പ് എത്തുന്ന ഈ സാഹചര്യത്തിൽ ഇറാൻ ടീമിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇതാണ്. കാരണം നമുക്കറിയാം രാഷ്ട്രീയം ഒരിക്കലും കായിക മത്സരങ്ങളിൽ ഏർപ്പെടുത്തരുതെന്നുള്ളൊരു നിബന്ധനയുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് US ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. ഇപ്പം നമുക്കറിയാം, അതായത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മത്സര ദിവസം തന്നെ വരാവുള്ളൂ, അതുപോലെ തന്നെ മത്സരം കഴിഞ്ഞാൽ പോകണം. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം അവർക്ക് ഇപ്പൊ കളിക്കാർക്ക് നമുക്ക് അതുപോലെ വിശ്രമവും അവർക്ക് റെസ്റ്റ് ഒക്കെ കൊടുത്താൽ മാത്രമേ അവർക്ക് അവരുടെ കഴിവ് ശരിക്കും പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ടീം കടുത്ത പ്രതിസന്ധിയിലാവുക ഇത്തരത്തിലുള്ള തീരുമാനത്തിലൂടെ. ഇപ്പൊ മറ്റു ടീമുകൾ എല്ലാവരും വിശ്രമിച്ച് അവരുടെ കാര്യങ്ങൾ പ്രാക്ടീസും എല്ലാ കാര്യങ്ങളും ചെയ്ത് മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഇവർ മാത്രം വിസയില് തടസ്സങ്ങൾ നേരിടുന്നു. അതുപോലെ വിശ്രമത്തിനുള്ള കാര്യം, നല്ലൊരു പ്രാക്ടീസ് കിട്ടുന്നില്ല. അതെല്ലാം ഒരു പ്രതിസന്ധി. മത്സരത്തിനായി മെക്സിക്കോയിൽ നിന്നെത്തുന്ന ടീം അന്ന് തന്നെ മടങ്ങേണ്ടി വരും. സുരക്ഷാ കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനെ ഒരു നിബന്ധന വെച്ചത്. അപ്പോൾ അത് അവരെ കായിക രീതിയിൽ എല്ലാ രീതിയിലും അവരെ തളർത്തുന്ന ഒന്ന് തന്നെയാണ് എന്തായാലും ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാന വാർത്ത നമുക്കറിയാം, ഇപ്പോൾ മഴക്കാലം വീണ്ടും ശക്തമായിട്ട് തുടരുകയാണ്. അപ്പം ഇടുക്കിയിലെ രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട്. അതായത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. അപ്പോൾ രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനമുള്ളത്. അപ്പം നമുക്കറിയാം ഈ മഴയും കൂടെ ആയതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കെട്ടിടങ്ങളാണെങ്കിലും വീടുകളാണെങ്കിലും നാശനഷ്ടങ്ങൾ, ഇടിഞ്ഞു വീഴുക, അങ്ങനത്തെ കുറേ അപകടങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് റോഡ് ഇപ്പം ഒത്തിരി അപകടങ്ങൾ റോഡിലാണെങ്കിലും മരം കടപുഴങ്ങി വീഴുക, അങ്ങനെ മണ്ണിടിച്ചിൽ, അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയത്. അതെന്താണെങ്കിലും ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം രാത്രിയിലായിരിക്കും കൂടുതലും രാത്രിയിലാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കാറുള്ളത്.
അപ്പോൾ അത് ആ ഒരു തീരുമാനം. അപ്പോൾ അതിനനുസരിച്ച് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങളും പാലിക്കണം എന്നൊരു നിർദ്ദേശം കൂടിയാണ് പറയാനുള്ളത്. കാരണം എല്ലാ കാലാവസ്ഥാ വകുപ്പിൻ്റെ ആണെങ്കിലും സർക്കാരിൻ്റെ ആണെങ്കിലും എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജാഗ്രതയോടെ മുന്നോട്ട് പോയാലേ ഒത്തിരി അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതെ, അതേ തുടർന്നുള്ള വേറൊരു വാർത്ത തന്നെയാണ്. ശക്തമായ കാറ്റിനെ തുടർന്ന് തണ്ണിത്തൊട്ടിൽ സ്കൂളിന്റെ മേൽക്കൂര പറന്നു എന്നുള്ളൊന്ന്. ശക്തമായ കാറ്റിലും മഴയിലും തണ്ണിത്തോട് സെന്റ് ബെനഡിക്സ് MSC സ്കൂളിന്റെ മേൽക്കൂര പറന്നുപോയി. ഇന്നലെ ഉച്ചയ്ക്ക് 12:20 സംഭവം. സീലിംഗ് ഷീറ്റുകളും കഴുക്കോലും ക്ലാസ് മുറികളിലേക്ക് വീണു. ഈ കെട്ടിടത്തിന് മെയ് 30 ഫിറ്റ്നസ് ലഭിച്ചിരുന്നതായി സ്കൂൾ അധികൃതർ പറഞ്ഞു. അപ്പൊ അവരുടെ ഫിറ്റ്നസ് ലഭിച്ചിരുന്ന ഒരു സ്കൂളിലാണ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സുരക്ഷാ വീഴ്ചയും കൂടെ ഇവിടെ കാണാനുണ്ട്. ഇത്തരത്തിൽ ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് വാർത്തകൾ വരുന്നു. അതെ, മേൽക്കൂര തകർന്നതായും സ്കൂളിന്റെ മതിലിടിഞ്ഞൊക്കെ വീഴുന്നതായിട്ടൊക്കെ. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതും ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണത്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മഴക്കാല മുന്നൊരുക്കത്തിൽ അനാസ്ഥ, വൈകുന്ന പ്രതിരോധം, പെരുകുന്ന ആശങ്ക. അപ്പം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെ അനാസ്ഥയ്ക്ക് വില നൽകേണ്ടി വരുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതായത് കാലവർഷം ആരംഭിച്ച വേളയിൽ തന്നെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ഓടയും തോടും പൊതുവിടങ്ങളിലും മാലിന്യ കേന്ദ്രവുമാണ്. മലിനജലം കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഒഴുകിയിറങ്ങാൻ തുടങ്ങി. ഇത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനും ഇടയാക്കും. അതുപോലെ തന്നെ ഓടകളും നീർച്ചാലുകളും സമയബന്ധിതമായി വൃത്തിയാക്കാത്തതിനെ തുടർന്ന് ചെറിയ മഴയിൽ പോലും നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളത്തിനടിയിലാവുകയാണ്. മാർക്കറ്റ് റോഡ്, തിരുനക്കര ബസ് സ്റ്റാൻഡ്, നെഹ്റു സ്റ്റേഡിയം പരിസരം, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് പതിവ് കാഴ്ചയാണ്. അപ്പോൾ കാൽനട യാത്ര പോലും അസാധ്യമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഏപ്രിൽ മധ്യത്തോടെ ആരംഭിക്കേണ്ട മധ്യകാല പൂർവ്വ ശുചീകരണം ഇത്തവണ മെയ് അവസാനത്തോടെയാണ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും തുടങ്ങിയത്. അപ്പോൾ അത് വലിയൊരു വീഴ്ച തന്നെയായിട്ട് നമുക്ക് പറയാം. ഇപ്പം ചെറിയൊരു മഴ പെയ്താൽ പോലും ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം. അതുപോലെ തന്നെ 14 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പൊ ജില്ലയിൽ കോട്ടയത്ത് ഇതിനോടകം തന്നെ എലിപ്പനി, ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 14 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. മാടപ്പള്ളിയിൽ മഞ്ഞപ്പിത്തവും, കുമരകത്തും കാഞ്ഞിരപ്പള്ളിയിലും അമീബിക് മസ്തിഷ്ക ജ്വരവും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ വൈറൽ പനി ഇപ്പൊ വ്യാപകമായി പടരുന്ന സാഹചര്യം. അപ്പൊ നമുക്കറിയാം ഇപ്പൊ പലയിടത്തും വൈറൽ പനിയാണ് എല്ലാവർക്കും. അതാണ് ഒരുപാട് നാൾ നിലനിൽക്കുന്നുമുണ്ട്, പെട്ടെന്ന് മാറുന്നുമില്ല. അപ്പോൾ വൈറൽ പനി വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊതുകളുടെ പ്രചരണവും കൂടി. അപ്പം മണ്ണും മാലിന്യങ്ങളും അടിഞ്ഞ് ജലാശയങ്ങൾ നികന്നു. മുൻ വർഷങ്ങളിൽ ഡ്രൈഡേകൾ നിശ്ചയിച്ച് ഈ സമയം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം വളരെ വൈകിയാണ് ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ ഡെങ്കിപ്പനി, എലിപ്പനിയുള്ള അതുപോലത്തുള്ള മാരകമായ അസുഖങ്ങളും ജനങ്ങളെ ബാധിക്കാൻ തുടങ്ങി. അപ്പൊ അതിൽ ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മുടെ വീടും പരിസരവും നമ്മൾ തന്നെ വൃത്തിയാക്കിയിടുക. ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഡെങ്കിപ്പനി കാര്യങ്ങളോ എലിപ്പനി ആയിക്കോട്ടെ എല്ലാം ഇനി തുടർന്നുകൊണ്ടേയിരിക്കും. മഴയായതുകൊണ്ട് കുട്ടികളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് എല്ലാവരും ഒരു ജാഗ്രതാ നിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ തൂഫാൻ റെയ്ഡിനെ സംബന്ധിച്ച് തന്നെയാണ്. ജൂൺ 2 അത് തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെ അതിനെ സംബന്ധിച്ച വാർത്തകളെല്ലാം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ നിലവിൽ 296 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന സംസ്ഥാന വ്യാപക പരിശോധനയിൽ 296 പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ്. ലഹരി മരുന്ന് കൈവശം വെച്ചതിന് 270 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവരിൽ നിന്നായി 10.89 കിലോഗ്രാം കഞ്ചാവും 356 ഗ്രാം MDMA-യും 157 കഞ്ചാവ് ബീഡികളും പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേ തുടർന്ന് തന്നെ ലഹരി സംഘത്തെക്കുറിച്ചുള്ള ചെറിയ വിവരങ്ങൾ പോലീസിന് കൈമാറിയെന്ന് ആരോപിച്ച് ചെറുതോണിയിൽ വ്യാപാരിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. മാംസവ്യാപാരം നടത്തുന്ന ചെറുതോണി സ്വദേശി ജീൻസ് ജോണിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. ചെറുതോണിയിലെ വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ച് കയറിയാണ് സംഘം ജിൻസിനെ ആക്രമിച്ചതെന്നാണ് പരാതി. അപ്പൊ ഇതേ തുടർന്ന് ഇങ്ങനെ ഒരു പ്രശ്നം കൂടി നടക്കുന്നുണ്ട്. നമ്മള് ഈ ഒരു തൂഫാൻ റെയ്ഡിലേക്ക് ലഹരി സംഘത്തെ കുറിച്ചുള്ള ഒരു പരാതി നൽകുകയാണെങ്കിൽ അവർക്കൊരു പ്രതിഫലം ലഭിക്കും എന്നുള്ളതും വേറൊരു കാര്യമാണ്. അപ്പം അവരുടെ സുരക്ഷ നോക്കേണ്ട, പുറത്തു പോവില്ല എന്നുള്ള ഒരു കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരറിയിച്ചാലും ആ പരാതിക്കാരന്റെ വിവരങ്ങളൊന്നും
ഈ പുറത്തു പോവില്ല എന്നുള്ള. പക്ഷെ ഇതെങ്ങനെയോ അറിഞ്ഞു അയാൾക്കെതിരെ എന്താ പറയാ അതിക്രമം ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു തരത്തില് നല്ലൊരു കാര്യം അപ്പുറത്ത് നടക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപ്പൊ അതിന്റെ നടപടികളിലും അവര് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. കാരണം അവരുടെ സുരക്ഷയും പ്രധാനമാണ്. കാരണം അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് തരുന്നത്. അപ്പം അവരുടെ സുരക്ഷയും കൂടി പരിഗണിക്കണം. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കേരളത്തിൽ കണ്ണുമായി വിദേശ മെഡിക്കൽ സർവകലാശാലകൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു വിദേശത്തെ സർവകലാശാലകൾ കേരളത്തിൽ തുടങ്ങാൻ പോകുന്ന അങ്ങനത്തെയുള്ളൊരു ആസൂത്രണമൊക്കെ നടക്കുന്നുണ്ടെന്ന്. അപ്പം കേരളത്തിൽ ക്യാമ്പസുകൾ തുടങ്ങാൻ വിദേശത്തെ പ്രശസ്തമായ മെഡിക്കൽ ടെക്നോളജി സർവകലാശാലകൾ നോർക്കയുടെ കണക്ക് പ്രകാരം 55 രാജ്യങ്ങളിൽ മലയാളി മെഡിക്കൽ പഠനം നടത്തുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക് ഡേറ്റ സയൻസും അടക്കം അത്യാധുനിക കോഴ്സുകളാണ് വിദേശത്തെ ടെക്സിക്കൽ യൂണിവേഴ്സിറ്റിയിലുള്ളത്. നഷ്ടം കാരണം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ വാങ്ങിയാൽ വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസ് തുറക്കാനാകും. അപ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് വിദേശത്തേക്കുള്ള കുട്ടികളുടെ ഒഴുക്ക് കുറയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ വിദേശത്തുനിന്ന് ഇങ്ങോട്ടുള്ള വരവ് വളരെ കുറവായിരിക്കും. അതിന് നമുക്ക് സാധ്യത കാണാനേ കഴിയുള്ളൂ. എത്രമാത്രം അത് പ്രായോഗികമാകുമെന്നറിയില്ല. അപ്പം മികച്ച കാലാവസ്ഥ, ക്രമസമാധാന പ്രശ്നങ്ങളില്ലാത്തത്, അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രം എന്നിവ കേരളത്തിൽ അനുകൂല ഘടകങ്ങളാണ്. അതുപോലെ വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാനാകും. അതുപോലെ കേരള സർവകലാശാലയിൽ പഠന വകുപ്പുകളിലും കോളേജുകളിലും 41 രാജ്യങ്ങളിലെ 162 വിദേശ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. അതുപോലെ വിദേശ സ്വകാര്യ സർവകലാശാലകളോട് ചേർന്ന് ഷോപ്പിംഗ്, വിനോദ ഭവന സമുച്ചയങ്ങളും ഉണ്ടാകും. വൈദ്യുതി, വെള്ള നിരക്കുകളും നികുതി ഇളവുകളും മൂലധനത്തിന് നിക്ഷേപ സബ്സിഡി നൽകണമെന്നാണ് കേന്ദ്ര ശുപാർശ. അപ്പോൾ അത് ഇത്തരത്തിലുള്ള നടപടികൾ എത്രമാത്രം പ്രായോഗികമാകും, അതെങ്ങനെ ഇവർ കൊണ്ടുവരും എന്നൊക്കെ നമ്മൾ ഇനി കൂടുതൽ മുന്നോട്ടുള്ള ദിവസങ്ങളിലെ നമുക്ക് അറിയാൻ കഴിയും. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് തെരുവുനായ ആക്രമണത്തെ തുടർന്ന് തന്നെയാണ്. വയോധികനെ ആക്രമിച്ച് തെരുവ് നായ്ക്കൂട്ടം. കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ 69-കാരനെ ആക്രമിച്ച തെരുവ് നായ കൺപോളയും ചുണ്ടും കടിച്ചു പറിച്ചു. തിരുമല ഓട്ടമുക്ക് കട്ടച്ചൽ റോഡിന്റെ KRWA 192 ചന്ദ്രന് നേരെയാണ് വേട്ടമുക്കിൽ വെച്ച് വെള്ളിയാഴ്ച രാവിലെ 9:30 ആക്രമണം ഉണ്ടായത്. ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ഇദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. അപ്പൊ തെരുവുനായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. ഒരുപാട് അപകടങ്ങളുണ്ട്. റോഡിൽ കൂടെ പോകുമ്പോഴും എടുത്ത് ചാടുന്നതോടെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ തെരുവുനായകളുടെ ഒരു വലിയൊരു പ്രശ്നമാണ് ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു നടപടി പെട്ടെന്ന് തന്നെ സ്വീകരിക്കേണ്ടതും വളരെ കാര്യമാണ്. സ്കൂളൊക്കെ തുറന്ന് കുട്ടികളെല്ലാരും പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അതിപ്പോ കുട്ടികളുടെ സുരക്ഷയും നല്ല രീതിയിൽ ബാധിക്കും. അതെ. ഇനി മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് വീണയെ ചോദ്യം ചെയ്യാൻ SFIO രേഖകളുടെ പകർപ്പിന് ED കോടതിയിൽ. അപ്പോൾ നമുക്കറിയാം ഇപ്പം ED അവരുടെ അന്വേഷണം പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഊർജിതമാക്കി. വീണയുടെ എക്സാലോജി കമ്പനിയും CMRലും തമ്മിൽ നടത്തിയ ഇടപാടുകളെക്കുറിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച രേഖകളും ED ശേഖരിക്കും. അപ്പോൾ കൊച്ചിയിലെ പ്രത്യേക PMLA കോടതിയിൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിലെ രേഖകൾ ആവശ്യപ്പെട്ട് ED അപേക്ഷ സമർപ്പിച്ചു. CMRൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട മുഴുവൻ അന്വേഷണ രേഖകളുമാണ് തേടുന്നത്. അപ്പം 54 വാല്യങ്ങളിലായി സമർപ്പിച്ച 134 രേഖകളുടെ അംഗീകൃത പകർപ്പ് ആവശ്യപ്പെട്ടാണ് ഈ അപേക്ഷ. അപ്പോൾ കോടതിയിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു EDക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന്. അപ്പോൾ എന്താണേലും ഈ കേസ് അധികം വൈകാതെ തന്നെ നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന്. ദുബായിലെ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും UAE എംബസിയുടെയും ഒക്കെ സഹായം തേടും ED. അപ്പം എന്താ പറയാ, അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ആ അന്വേഷണം നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ടെന്ന് വേണം പറയാം. അതെ, അപ്പൊ എന്താണെങ്കിലും അതിന്റെ യാഥാർത്ഥ്യം അധികം വൈകാതെ തന്നെ തെളിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്ത, സമരം വ്യാപിപ്പിക്കാൻ CJP, മന്ത്രി രാജിവെക്കണം ഇല്ലെങ്കിൽ പുറത്താക്കണം. അഭിജിത്ത് ദീപ്കെ CJP കഴിഞ്ഞ ദിവസമാണ് അഭിജിത്ത് ദീപ്കെ ദില്ലിയിലെത്തി സമാധാനപരമായ ഒരു സമരം തന്നെയാണ്. പോലീസിന്റെ അകമ്പടിയോടെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യവുമായിട്ട് ഒന്നെങ്കിൽ അദ്ദേഹം രാജിവെക്കണം ഇല്ലെങ്കിൽ പുറത്താക്കണം എന്നാണ്. 7 ദിവസത്തിനകം അതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പ്രതിഷേധം ശക്തമാക്കൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ജന്തർ മന്ദറിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തെ ചരിത്രപരമായ ശക്തി പ്രകടനമെന്നാണ് അഭിജിത്ത് വിശേഷിപ്പിച്ചത്.
ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ശേഷം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അജണ്ട തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നീറ്റ് പരീക്ഷ, CBSE തുടങ്ങിയുള്ള പരീക്ഷകളിൽ അടിക്കടിയുണ്ടായ ആ ഒരു പ്രശ്നത്തെ തുടർന്ന് തന്നെയാണ് ഇദ്ദേഹം രാജിവെക്കണം എന്നൊരു ആവശ്യം പറഞ്ഞത്. പക്ഷെ അതേസമയം തന്നെ പലരും പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തെ തുടർന്ന് ഒരു മന്ത്രി രാജിവെക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ആവശ്യമാണോ എന്ന കാര്യവും പറയുന്നുണ്ട്. അത് കേന്ദ്ര മതത്തെ സംരക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. അപ്പൊ എന്താണ് ഈ ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? ഈ 7 ദിവസം എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ദിവസങ്ങൾ തന്നെയാണ്. എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതെന്നാണ്. എന്താണെങ്കിലും നോക്കാം നമുക്ക് അതിനുള്ള തുടർന്നുള്ള നടപടികൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പുതുക്കിയ കേരളത്തിന്റെ സമുദ്ര സമ്പദ് വ്യവസ്ഥ. അപ്പം ഇന്ന് ജൂൺ 8 നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് ലോക സമുദ്ര ദിനം കൂടിയാണ്. അപ്പോൾ ആ സമയത്ത്, അതായത് ജൂൺ 8 ലോക സമുദ്ര ദിനം, നമ്മൾ ആരും വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ദിനം കൂടിയാണെന്നാണ് ഈ ദിനം എന്നാണ് VD സതീശൻ, അതായത് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. പുതുയുഗത്തിലേക്ക് കേരളത്തെ നയിക്കാൻ UDF സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന സ്വപ്ന പദ്ധതികളിൽ ഒന്ന് സമുദ്രവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു ദിനമാണിത്. അതായത് 600 കിലോമീറ്റർ ദൂരം കടൽ തീരമുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലും 17 ഇടത്തരം തുറമുഖങ്ങളുമുണ്ട്. ഇതെല്ലാം സംയോജിപ്പിച്ച് കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുകയാണ് ഈ സർക്കാരിന്റെ സ്വപ്നം. അപ്പോൾ അത് സമുദ്രദിനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരിക്കുന്നതാണ്. അതായത് പുതുയുഗത്തിലേക്ക് കേരളത്തെ നയിക്കാൻ UDF സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന സ്വപ്ന പദ്ധതികളൊന്നും സമുദ്രവുമായി ബന്ധപ്പെട്ട, അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണിത്. അപ്പം കേരളത്തെ എല്ലാം തുറമുഖ നഗരമാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യം ഇപ്പോൾ UDF സർക്കാരിന്റെ മുന്നിലുണ്ട്. അപ്പോൾ ഭാവിയിലേക്കുള്ള അതിനുള്ള നിക്ഷേപങ്ങളെല്ലാം അദ്ദേഹം അതിനുള്ള പ്ലാനിംഗ് ഒക്കെ ആയിട്ടാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. അപ്പൊ സമുദ്ര മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, തീരശോഷണവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സമുദ്ര ആവാസ വ്യവസ്ഥകളെയും തീരദേശ സമ്പദ് വ്യവസ്ഥകളെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ഈ വെല്ലുവിളികൾ അതിജീവിക്കേണ്ടതുണ്ട്. അപ്പം സമുദ്രം നമുക്കറിയാം ഒരുപാട് വെല്ലുവിളി, അതായത് മാലിന്യ പ്രശ്നങ്ങളൊക്കെ കാരണം സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പുതിയൊരു നടപടി, റോഡ് വഴിയുള്ള ചരക്ക് നീക്കത്തിന്റെ പകുതിയെങ്കിലും കടൽ മാർഗമാക്കുക എന്നുള്ളതാണ് ഇവരുടെ സുപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. 2ാം ഘട്ടത്തിൽ ക്രൂസ് ഷിപ്പിങ്ങും 3ാം ഘട്ടത്തിൽ ഉൾനാടൻ നദികളുമായി സംയോജിപ്പിച്ചുള്ള ടൂറിസവും യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചൊരു കാര്യമാണ്. അതായത് വൈറ്റ് പേപ്പർ അല്ല, കേന്ദ്രത്തെ വെളുപ്പിക്കുന്ന വൈറ്റ് വാഷ്. അതായത് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുകയാണ് കേന്ദ്രത്തിലെ NDA സർക്കാർ ഭരണഘടന ഉറപ്പ് നൽകുന്ന സഹകരണാത്മകമായ ഫെഡറലിസത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് പോകുന്ന കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സർക്കാരുകളെ നയിച്ച മുന്നണികൾ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന നിലയും ഉണ്ടായി. അതായത് കേന്ദ്രത്തെ സംരക്ഷിക്കുകയാണ് UDF സർക്കാർ എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം തമിഴ്നാട്ടില് അതിനെതിരെ നല്ല രീതിയിൽ ഉള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അതുപോലെ തന്നെ ദേശീയ തലത്തിലെ BJPയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് എതിരാളിയായ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയാണ് കേരളത്തിൽ അധികാരത്തിൽ എത്തിയതെങ്കിലും സംസ്ഥാനങ്ങൾക്കെതിരെ സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുന്നതും രാഷ്ട്രീയ വിവേചനം കാട്ടുന്നതുമായ കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ ഫെഡറൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ ചെറു പ്രതിഷേധമെങ്കിലും ഉണ്ടായോ? ഇനി ഉണ്ടാവുമോ? ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല എന്നതാണ് കൃത്യമായ ഉത്തരം. അത് അദ്ദേഹം ചോദിച്ചത് ഒരു കറക്റ്റായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം അതായത് ദേശീയ തലത്തിൽ നോക്കുമ്പോഴത്തേക്കും അതായത് മോദി സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സഖ്യം തന്നെയാണ്. പക്ഷെ ആ കോൺഗ്രസ് സഖ്യത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ കേരളത്തിൽ ഭരിക്കുന്നത്. അപ്പം കേരളത്തിലെ ജനങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, വിലക്കയറ്റം എല്ലാം രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിമർശനം നമ്മുടെ UDF സർക്കാർ, കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഉന്നയിക്കുന്നുണ്ടോ എന്നത് കൃത്യമായൊരു ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെ 5 വർഷം കൊണ്ട് 50,000 കോടി കേന്ദ്ര നികുതി വീതം കുറയുമ്പോഴും തനത് നികുതി വരുമാനം കൂടിയാണ് LDF സർക്കാർ മുന്നോട്ട് പോയിരിക്കുന്നത്. 5400 കോടിയിലേറെ ഖജനാവിൽ നീക്കിയിരിപ്പ് വെച്ചുകൊണ്ടാണ് സർക്കാർ അധികാരമൊഴിഞ്ഞത്. LDF സർക്കാർ നടത്തിയ നിരന്തര സമ്മർദ്ദങ്ങളെ കൂടി ഫലമായി 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലുള്ള കേന്ദ്രവിഹിതത്തിൽ വർധനവ് വരുത്തിയിട്ടുമുണ്ട്. അപ്പം ഡിവിസിബിൾ പൂളിന്റെ 1.92% കേരളത്തിന്റെ വിഹിതം ഇപ്പോൾ 2.38 വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ വർഷം ചുരുങ്ങിയത് 10,000-ലധികം കോടിയാണ് ഇതിലൂടെ സംസ്ഥാന ഖജനാവിൽ അധികമായി വരാൻ പോകുന്നത്. അപ്പോൾ 2026 മുതൽ 2031 വരെയുള്ള ഈ നിരക്ക് വർധനയുടെ ഗുണഭോക്താക്കൾ പുതിയ
UDF സർക്കാരാണ്. അപ്പം VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. അപ്പം അതിലെ ഉള്ള തുടർന്നുള്ള ഒരു അതായത് പ്രതിപക്ഷം ഭരണപക്ഷം തമ്മിലുള്ള പോര് വീണ്ടും വർദ്ധിക്കാണ് നമുക്ക് ഖജനാവ് നിറയ്ക്കാനുള്ള പ്ലാനിങ്ങുകളൊക്കെയാണ് ആ കണ്ടിരിക്കുന്നത്. പക്ഷെ എത്രത്തോളം ഒരു 5 വർഷത്തേക്കുള്ള പ്ലാനിങ് 31 വരെയുള്ള പ്ലാനിങ് നടത്തിയിട്ടുണ്ടെന്നാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സ്പോർട്സിൽ നമുക്ക് പ്രധാനമായിട്ടും കൊടുത്തേക്കുന്നത് പടയോട്ടത്തിലെ പറങ്കികൾ. അതായത് നമുക്കറിയാം ജൂലൈ 11 മുതൽ ജൂൺ 11 വേൾഡ് കപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കുന്നതെന്ന് പറയുന്നത് റൊണാൾഡോയുടെ വേൾഡ് കപ്പിൽ മുത്തമിടാൻ കഴിയുമോ എന്നതാണ്. കാരണം എല്ലാ റെക്കോർഡുകളും റൊണാൾഡോയ്ക്കും മെസ്സിക്കുമുണ്ട്. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പ് വരെ ഉണ്ടായിരുന്നത് മെസ്സിക്കും റൊണാൾഡോയ്ക്കും വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല, ആ കിരീടത്തിൽ മുത്തമിടാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു പോരായ്മയായിരുന്നു. പക്ഷേ ആ പോരായ്മ കഴിഞ്ഞ വേൾഡ് കപ്പോടെ മെസ്സി തിരുത്തി കുറിച്ചു. അപ്പൊ ഇനിയുള്ളത് റൊണാൾഡോയുടെ ഊഴമാണെന്നുള്ള തരത്തിലാണ് വാർത്തകൾ. അതായത് 2 പതിറ്റാണ്ടിലേറെയായി ലോക ഫുട്ബോളിൽ അച്ചുതണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും. ഇരുവരെയും ഏറെക്കാലം അലട്ടിയിരുന്നത് ലോകകപ്പിൽ മുത്തമിടാൻ കഴിഞ്ഞിട്ടില്ല എന്നതായിരുന്നു. കഴിഞ്ഞ തവണ മെസ്സി ആ കുറവ് പരിഹരിച്ചു. ഇനി ക്രിസ്ത്യാനോയുടെ ഊഴമാണ്. ഖത്തർ ലോകകപ്പിൽ മെസ്സിക്ക് കിരീടം നേടാൻ അർജന്റീന ടീം ഒത്തൊരുമിച്ച് നിന്ന് പോരാടി. അത്തരത്തിലൊരു കൂട്ടായ പ്രയത്നം പോർച്ചുഗൽ ടീമുകളിൽ നിന്നുണ്ടായെങ്കിൽ മാത്രമേ പറങ്കികളുടെ എക്കാലത്തെ മികച്ച പടത്തലവനെ കിരീടമണിയിക്കാനാകും. 41-കാരനായ ക്രിസ്ത്യാനോയ്ക്ക് ലോകകപ്പ് നേടാൻ ഇനി മറ്റൊരു അവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കഴിഞ്ഞ ലോകകപ്പിൽ ക്രിസ്ത്യാനോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ടീമിലുണ്ടായ പടലപ്പിണക്കങ്ങൾ ആവർത്തിച്ചാൽ അത് നിരാശയായിരിക്കും അതിനുള്ള ഫലം. അപ്പം കഴിഞ്ഞ പ്രാവശ്യം റൊണാൾഡോയ്ക്കെതിരെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കളിപ്പിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള. അപ്പം അതൊക്കെ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ഇവർക്ക് നിരാശയായിരിക്കും ഫലം. അപ്പോൾ ഒത്തൊരുമിച്ച് അർജന്റീന ടീം നേടിയതുപോലെ ഒത്തൊരുമിച്ച് നിന്ന് പ്രയത്നിച്ചാൽ മാത്രമേ റൊണാൾഡോയ്ക്ക് ഈ കിരീടത്തിൽ മുത്തമിടാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഫുട്ബോൾ ഇല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന മറുപടിയാണ് തീർച്ചയായും. എന്നാൽ അതത്ര സന്തോഷം നൽകുന്ന കാര്യമല്ല. ഫുട്ബോളാണ് എൻ്റെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിച്ചതെല്ലാം തന്നത് ഫുട്ബോളാണ്. ആ നിമിഷങ്ങളെല്ലാം എന്നോടൊപ്പം എക്കാലവും ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അദ്ദേഹത്തിന്റെ ജർമ്മനിയിൽ 2006 നടന്ന ലോകകപ്പിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അരങ്ങേറിയത്. 20 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലും ഞാൻ കളിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം പറയുന്നു. എല്ലാ തവണയും ഒരു ഗോളെങ്കിലും അടിക്കാൻ കഴിഞ്ഞെന്നത് ഏറെ സംതൃപ്തികരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വരുന്ന കളിയിൽ എന്തായിരിക്കും അവരുടെ പ്രകടനം എന്നുള്ളത് എല്ലാവരും ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. അതെ. ഇനി മറ്റൊരു പ്രധാന വാർത്ത, ഇന്ത്യ കൊമ്പത്ത് അഫ്ഗാൻ വരമ്പത്ത്. അതായത് ഇന്ത്യ അഫ്ഗാൻ മത്സരം ഇന്നലെ നടക്കുകയുണ്ടായി. അപ്പം അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റിൽ പടുകൂറ്റൻ സ്കോർ ഉയർത്തി ഡിക്ലെയർ ചെയ്ത് ഇന്ത്യ. 2ാം ദിവസം ലഞ്ചിന് ശേഷം 564 എന്ന സ്കോറിലാണ് ഇന്ത്യ ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. മറുപടിക്കിറങ്ങിയ അഫ്ഗാൻ രണ്ടാം ദിനം സ്റ്റംപ് എടുക്കുമ്പോൾ 113-5 എന്ന നിലയിലാണ്. തന്റെ ആദ്യ ഓവറിലേത് ഉൾപ്പെടെ 3 വിക്കറ്റുകളുമായി അരങ്ങേറ്റം മസലാക്കിയ മാനവ് സുത്തറാണ് അഫ്ഗാൻ ബാറ്റിങ്ങിനെ ചിതറിച്ചത്. അപ്പോൾ 2001 മലയാളി പേസർ ടിനു യോഹന്നാന് ശേഷം അരങ്ങേറ്റ മത്സരത്തിന്റെ ആദ്യ ഓവറിൽ വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ ബൗളറാണ് മാനവ് സുത്തർ. എന്താണേലും ഇന്ത്യ ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അതെ. മറ്റൊരു വാർത്ത, ഇരട്ട ഗോളിൽ അർജന്റീന എന്നൊരു വാർത്തയാണ്. സൂപ്പർ താരം ലയണൽ മെസ്സി പുറത്തിരുന്നിട്ടും ഹോണ്ടുറസിനെ കീഴടക്കിയ അർജന്റീന ലോക ഫുട്ബോളിന് മുന്നോടിയായുള്ള സന്നാഹം ഉഷാറാക്കി. ലൗട്ടാറോ മാർട്ടിനസ്, ജൂലിയാനോ മിയോണി എന്നിവർ സ്കോർ ചെയ്തു. ഇനി ബുധനാഴ്ച ഐലൻഡ്സിനെതിരെ ഒരു മത്സരം കൂടി അർജന്റീന കളിക്കുന്നുണ്ട്. ലോകകപ്പിൽ ജൂൺ 17 അൾജീരിയക്കെതിരെയാണ് ടീമിന്റെ ആദ്യ മത്സരം നടക്കാൻ പോകുന്നത്. എന്തായാലും ലോകകപ്പ് ഫുട്ബോളിന് മുന്നോടിയായിട്ട് അർജന്റീന ഇരട്ട ഗോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായിരിക്കും ഇനി അടുത്ത കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഈ ഒരു കളി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കണ്ടറിയാം. ഇനി നമ്മൾ ഏകദേശം എല്ലാ വാർത്തകളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം പത്രങ്ങളിലെ വാർത്തകളുമായിട്ട് കാണാം.